ഹലോ, അപ്പൊ എല്ലാവർക്കും കൾച്ചർ കഫേയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണം. ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുള്ള കുറേ സാധനങ്ങളുടെ റിവ്യൂ ഞാൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ അതിനുള്ളൊരു സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒത്തു വന്നില്ല. അപ്പോൾ ഈ വട്ടം ഞാൻ വാങ്ങിച്ചു, പർപ്പിൾ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ തന്നെ വിചാരിച്ചു, ഓക്കെ ഇതെന്തായാലും ഒരു റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ അല്ല, ഒരു അൺബോക്സിംഗ് ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. അതൊരു സാധനം ഉണ്ട് കയ്യിൽ, അമ്മയുടെ കയ്യിൽ വരുന്നോ? അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഈ ഒരു ബാഗിൽ നിന്ന് തുടങ്ങാം. BAeയുടെ ഒരു മേക്കപ്പ് ബാഗ് ഞാൻ മേടിച്ചു, ഒരു പൗച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി അവർ ഒരു 9 പ്രോഡക്ട്സ് ആണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഫ്രീ ആയിട്ടും അങ്ങനെയൊക്കെ വന്നിട്ട് 3 പ്രോഡക്ട്സും കൂടെ വന്നു. 9 + 10 11 12 കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് 12 പ്രോഡക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതെന്താണ് വേണ്ട നോക്കണം. ഇത് വന്നിട്ട് ആൽപ്സ് ഗുഡ്നെസിന്റെ ഒരു ഫേഷ്യൽ കിറ്റാണ് കേട്ടോ. ഇതിപ്പോ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാര്യം തന്നെ, ഇതിപ്പോ ലൈറ്റിന്റെ ഒക്കെ ആയിരിക്കും ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് കാണുന്നത്. പക്ഷെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസം പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സാറേ ഇനി ഇട്ടതിന്റെ എന്തെങ്കിലും റിയാക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ എടുത്തേക്കുന്നത് വന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റ് ആണ് കേട്ടോ. ഇതൊന്നും അവർ കാണിച്ചു കൊടുത്ത ഇതാണെന്ന് പറയും പ്രോഡക്റ്റ്. ഇതാണ് ആ പ്രോഡക്റ്റ്. ഇതിൽ വന്നിട്ട് 5 സ്റ്റെപ്പാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ 5 കിറ്റിലായിട്ട് നമുക്ക് സാധാരണ നോർമൽ ഫേഷ്യൽ കിറ്റ് കിട്ടുന്ന പോലെയാണ്. അപ്പൊ ഞാൻ കളഞ്ഞിട്ടില്ല ഒന്നും, കാരണം എനിക്ക് നിങ്ങളെ കാണിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ കിറ്റുകളൊന്നും കളഞ്ഞില്ല. അതുമല്ല ഒരെണ്ണം ഫുള്ളായിട്ട് എനിക്ക് യൂസ് ആയതുമില്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നത് രണ്ട് പേർക്ക് പറ്റുമായിരിക്കും. ചെറിയ ഫേസ് ഒക്കെ ആണെങ്കിൽ 2 പേർക്ക് പറ്റുമായിരിക്കും എനിക്ക് തോന്നി കേട്ടോ. അതൊന്നും ഓക്കെ. 1 2 3 4 5 ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് വരുന്ന ഒരു കിറ്റാണ് കേട്ടോ. അതിൽ വരുന്നത് ക്ലെൻസർ ആണ്. ക്ലെൻസർ അവർ പറയുന്നത് നനഞ്ഞ മുഖത്ത് 3 മുതൽ 5 മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുക. സെക്കൻഡായിട്ട് വരുന്നത് സ്ക്രബാണ്. അത് അവർ പറയുന്നത് അതുപോലെ തന്നെ 3 to 5 മിനിറ്റ്സ് നന്നായിട്ട് നമ്മൾ അത് നനഞ്ഞ മുഖത്ത് ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ വാഷ് ചെയ്ത് കളയാം. പിന്നെ ഇത് കണ്ടോ, ഒരാൾ ഇരുന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. മൂന്നാമത് വരുന്നത് ടോണറാണ് കേട്ടോ. ടോണറും അതുപോലെ തന്നെ ടോണർ വന്നിട്ട് 2 to 3 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം എക്സസ് വരുന്ന ടോണർ വന്നിട്ട് നമുക്കൊരു മോയിസ്റ്റ് കോട്ടൺ വെച്ച് എന്തെങ്കിലും അങ്ങ് മാറ്റി കളയാം. നാലാമതായിട്ട് വരുന്നത് ഒരു ക്രീമാണ് കേട്ടോ. അപ്പം ഈ ക്രീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഒരു വെള്ള എന്താ പറയുക, നമ്മൾ കുട്ടി അടിച്ച പോലെ ഇരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇടും. അപ്പം ഞാൻ വീണ്ടും നോക്കി ഇത് സിംഗിൾ യൂസ് ആണോ എന്ന് നോക്കി. അപ്പോൾ സിംഗിൾ യൂസിനുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഒരുപാട് വരും. ഞാൻ അതിൻ്റെ വിഷ്വൽ പറ്റുകയാണെങ്കിൽ ഞാൻ സൈഡിൽ കാണിക്കാം. ഞാൻ ഫേഷ്യൽ ചെയ്ത സമയത്ത് എടുത്ത വിഷ്വൽസ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ ക്രീം വന്നിട്ട് ഫസ്റ്റ് ഇടുമ്പോൾ അവർ അത് പറഞ്ഞേക്കുന്നത് ബാക്കി നമ്മൾ ഇതുവരെയും കണ്ടത് 2 to 3 മിനിറ്റ്സ് ആണ്. ഇത് വന്നിട്ട് 12 to 15 മിനിറ്റ്സ് നമ്മൾ അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് സർക്കിൾസിൽ നമ്മളിത് മസാജ് ചെയ്ത് കൊടുക്കണം. അതിന് 12 to 15 മിനിറ്റ്സ് നമ്മൾ ചെയ്യണം. നമുക്ക് ഭയങ്കര കൂടുതലായിട്ട് തോന്നും. പക്ഷെ ഈ പറയുന്ന ഒരു സമയം, അതായത് 12 to 15 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമ്മളിത് നന്നായിട്ട് ഫേസിലേക്ക് അബ്സർവ് ആവുന്ന കാണാം. അത് ഞാൻ ഇടാം കേട്ടോ, ആ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തേക്കാം. പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഒരു മഡ് മാസ്ക് വരുന്നുണ്ട്. ജെന്റ്ലി അപ്ലൈ a thin layer of mud mask. സാരം കാട്ടി കിട്ടുമല്ലേ കേട്ടോ, വേണ്ട. അപ്പൊ അത് വന്നിട്ട് വളരെ കുറച്ച് ഒരു തിൻ ലെയർ ആയിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം വേറെ ഒന്നും ചെയ്യേണ്ട. അവർ പറയുന്നത് 15 മിനിറ്റ്സ് ആണ്. എനിക്കൊരു 8 to 9 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് ഡ്രൈ ആയി. അതുപോലെ തന്നെ 15 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ till the mud mask dries. അതാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം അതൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും I'm not saying like ഭയങ്കര ഒരു വ്യത്യാസമൊന്നും അല്ല. നമ്മൾ 4-5 വട്ടം മുഖം നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ടല്ലോ. സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ട്, ക്ലെൻസർ യൂസ് ചെയ്യുന്നുണ്ട്, ടോണർ ഉണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ ഒരു ചെറിയൊരു ഗ്ലോ തോന്നുന്നതാണ്.
അപ്പോൾ ഈ വട്ടത്തെ പർച്ചേസിൽ ഞാൻ ഏറ്റവും അധികം വാങ്ങിച്ചേക്കുന്നത് വന്നിട്ട് ഞാൻ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നതും ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അടി കിട്ടും എൻ്റെ മറ്റൊന്നുമല്ല, എന്താണ്, ലിപ്സ്റ്റിക്കാണ്. അതിൽ ഏറ്റവും ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ പല ബ്രാൻഡിൻ്റെ ആണ് എടുത്തേക്കുന്നത്. BAe ഉണ്ട്, ലാക്മേയുടെ ഉണ്ട്, പിന്നെ സ്വിസ് ബ്യൂട്ടി ആണോ ഏതൊരെണ്ണം കൂടെ ഉണ്ട്, ഫേസസ് കാനഡയുടെ ഉണ്ട്. ഇതെല്ലാം ഞാൻ ഈ ഇട്ടേക്കുന്നത് വന്നിട്ട് BAeയുടെ ആണെന്ന് തോന്നുന്നു, സ്നഗിൾ സീക്രറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഒഴിച്ച് ബാക്കി എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് വന്നിട്ട് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ വന്നിട്ടൊരു ഡാർക്ക് സ്കിന്നാണ്, ഞാൻ ഡാർക്ക് സ്കിൻ ആയിട്ടുള്ളതാണ്. അപ്പം എനിക്ക് പേഴ്സണലി അത്ര ചേരുമെന്ന് എനിക്ക് തോന്നിയില്ല. ഇപ്പം ഈ ലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അല്ലാതെ വലിയൊരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ചിങ്ങനെ വാഷ് ഔട്ട് ആവുന്ന പോലെ തോന്നുന്നു. ഓവറായിട്ട് ഡ്രൈ ആവുന്നൊന്നുമില്ല. പിന്നെ ട്രാൻസ്ഫർ പ്രൂഫാണ്. അത് ഇട്ട് ഒട്ടും അങ്ങനെ എങ്ങും പറ്റത്തൊന്നുമില്ല. ഇതാണ് ആ ലിപ്സ്റ്റിക്, BAeയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്. ഷെയ്ഡ് വന്നിട്ട് സ്നഗിൾ സീക്രറ്റ്സ് 15 ആണ്. ഇതാണ് ഞാനിപ്പം അപ്ലൈ ചെയ്തേക്കുന്നത്. സോ നെക്സ്റ്റ് വന്നിട്ട് BAeയുടെ വന്നിട്ട് ഓൾ ഐ വോണ്ട് ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, നമ്പർ 4. സോ ഷെയ്ഡ് വന്നിട്ട് കുറച്ച് ബ്രൈറ്റ് ഒരു റെഡാണ് കേട്ടോ. ഇത് ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തില്ല, എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം എനിക്ക് ചേരുമെന്ന്. എനിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. ഇതിപ്പോ ഞാൻ ഇട്ടിരുന്ന ഒരു ഷെയ്ഡിന് മണ്ടയിൽ പോയി ഇട്ട് നോക്കിയതാട്ടോ. വന്നിട്ട് മാക്കിന്റെ റൂബി വൂ അട്ടി. ഒരാൾ അവിടെ നിന്ന് പല സാധനങ്ങളും എന്നെ എടുത്ത് എറിഞ്ഞോണ്ടിരിക്കുക. അടി കിട്ടും സായി, അമ്മയ്ക്ക് നൊന്ത അമ്മ അടിക്കും. ഓക്കെ. ഇപ്പോ ഇത് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ റൂബി വൂ ലിപ്സ്റ്റിക്കിന് ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട്. നല്ല ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം, ഒരു ക്വിക്കായിട്ടൊരു ഓഫീസ് ലുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ മൂന്നാമത്തെ ഷെയ്ഡ് വന്നിട്ട് ലാക്മേയുടെ കുഷൻ മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വട്ടം ഞാൻ എടുത്തതെല്ലാം ഒരു ഓൾമോസ്റ്റ് സെയിം ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതാണ് കളർ. ഇതും വന്നിട്ട് കുറച്ച് ഡാർക്ക്, ദിസ് ഇസ് മച്ച് മോർ ഡാർക്ക്. റെഡെന്ന് പറയത്തില്ല, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ കയ്യിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കൊളുത്തൂപ്പുഴ ഉണ്ടോ? കുറച്ച് ഡാർക്കർ ഒരു ഷെയ്ഡാണ്. ഇത് നാലാമത്തത് നോക്കാം. നാലാമത്തത് വന്നിട്ട് ഫേസസ് കാനഡയുടെ ആണ്, വൈൻ ഡ്രോപ്പ് എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. നല്ല ബ്യൂട്ടിഫുൾ ഒരു ഷെയ്ഡാണ്. ഇതൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും വരുന്ന വീഡിയോസിലൊക്കെ നമുക്കിത് ട്രൈ ചെയ്യാം. കുറേ നാളായിട്ട് ഞാൻ കൂടുതലും ഈ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്നതായിരുന്നു കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വെച്ചു ഓക്കെ കുറച്ച് റെഡ് അല്ലെങ്കിൽ ബ്രൈറ്റ് റെഡ്, വൈൻ റെഡൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് നാളായി. അങ്ങനെയാണ് ഈ വട്ടം പർച്ചേസ് ചെയ്തപ്പോൾ വിചാരിച്ചു ഓക്കെ ആ ഒരു രീതിയിലുള്ള കൂടുതൽ കളക്ഷൻ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സാധനങ്ങൾ, ഈ 4 ഷെയ്ഡ് ഞാൻ മേടിച്ചത്. ഇത് ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പം യൂസ് ചെയ്യുന്നത്, ഞാനും ഷർട്ടും യൂസ് ചെയ്യുന്നത് ലിവോണിൻ്റെ ആൻറ്റി ഫ്രിസ് സിറമാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി ഒരു എഫക്റ്റാണ്. എൻ്റെ മുടി വന്നിട്ട് ഭയങ്കര ഫ്രിസി ഹെയർ ആണ്, ഡ്രൈ ആവും പെട്ടെന്ന്. ഇപ്പം നാട്ടിലാണെങ്കിൽ അത്രയും പ്രശ്നമില്ല, ബട്ട് ചെന്നൈയിലാണെങ്കിൽ വളരെ പെട്ടെന്ന് എൻ്റെ ഹെയർ ഡ്രൈ ആവും. മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഫ്രിസി ഹെയർ ആണെങ്കിൽ യു മസ്റ്റ് ട്രൈ ദിസ് വൺ, ലിവോൺ ആൻറ്റി ഫ്രിസ് സിറം. അപ്പോൾ ഈ വട്ടം ഞാൻ 2 എണ്ണം മേടിച്ചു. അതത്രയും. പിന്നെ ഇതെനിക്ക് അബദ്ധം പറ്റി ഞാൻ മേടിച്ചൊരു സാധനമാണ്, ദ ബിഗ് ആപ്പിൾ ഓഫ് മൈ ഐ. ഇത് വന്നിട്ട് ഒരു കാജൽ സംതിങ്
വന്നപ്പോഴാണ്. ഇപ്പം ചെറിയ കണ്ണാണെങ്കിൽ നമ്മൾ പറയും നമ്മൾ ഈ ഇന്നർ കോർണറിൽ വൈറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐസിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലായിട്ട് തോന്നുമെന്ന് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി എൻ്റെ കണ്ണ് വളരെ വലുതാണ്. ശരിക്കും എനിക്ക് ഉണ്ടക്കണ്ണാണ്. അയ്യോ പേടിയാണ്, എനിക്ക് ഉണ്ടക്കണ്ണാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക. പിന്നെ ഇത് വന്നിട്ട് BAeയുടെ ഒരു ഐലൈനർ. ഇതെല്ലാം വന്നിട്ട് നമുക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാട്ടോ കിട്ടി. എല്ലാം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് നോക്കി അത് മേടിക്കാറ് നോർമലി. പറയാമോ പറയാം. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അയ്യോ എൻ്റെ കണ്ണ്, ഈ സംഭവം അതിനെയും കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞല്ലേ, അവനെ അറിയില്ലല്ലോ. അപ്പോൾ അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. അവന് കൂടുതൽ ടൈം നമ്മൾ അവൻ്റെ കൂടെ കളിക്കണം എന്നാണ്. അവൻ്റെ കുറ്റമല്ല, സാറ്റർഡേ ആണ് ഇന്ന്. ഞങ്ങളുടെ സമയം ഫുള്ളായിട്ട് അവന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു പ്രോഡക്റ്റും കൂടെ പറഞ്ഞ് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇത് വീണ്ടും വന്നിട്ട് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ്. ഹെവി സ്മെല്ല്. Mix 3 to 4 drops in 5 ml carrier oil and apply on the skin or hair. Carrier oil ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാമായിരിക്കും അല്ലേ. നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്, ഇതിൻ്റെ യൂസേജ് എങ്ങനെയുണ്ട്, അതിൻ്റെ എന്തെങ്കിലും ഗുണമുണ്ടോ ദോഷമാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. എനിവേ, ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഫേഷ്യൽ കിറ്റ് ഒരു ഫസ്റ്റ് നമ്മൾ പറയില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ യെസ്, എന്തൊക്കെയോ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ഞാൻ ഡള്ളാവുന്ന, ലൈക്ക് സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടിരിക്കുമായിരുന്നു. പിന്നെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു കണ്ണിന് ചുറ്റും നന്നായിട്ട്. ഇപ്പോഴും നിങ്ങൾക്ക് അറിയാം, ഞാനിപ്പോൾ ഒന്നും മുഖത്ത് അല്ലാണ്ട് വേറെ ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ നോർമൽ വിത്തൗട്ട് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ലിപ്സ്റ്റിക്കും കണ്ണും എഴുതി, അത് ഈ വീഡിയോയുടെ ഇടയ്ക്ക് എഴുതി, അല്ലാണ്ട് മുഖത്തൊന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പം അമ്മ പറയുന്ന പോലെ പറയുമോ? ചിരിച്ച ആദ്യം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. അയ്യോ, ഒരു കാര്യം പറഞ്ഞില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you on the next video. Bye bye.